നമുക്കിന്ന് ഒരു വ്യത്യസ്തമായ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് കപ്പ കൊണ്ടൊരു വടയാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. ഇനി ഇത് കപ്പ അരച്ചെടുക്കട്ടെ, നന്നായിട്ട് അരച്ചെടുക്കാം. കപ്പ നന്നായിട്ട് തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുത്ത് അത് നമുക്കിനി ഒരു പാത്രത്തിലോട്ടിടാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. കൂടുതലായിട്ട് വെള്ളമയം ഉണ്ടെങ്കിൽ റവ അങ്ങ് അബ്സോർബ് ചെയ്യും. റവ കുതിർന്ന് കഴിയുമ്പോൾ ആ വെള്ളം അങ്ങ് അബ്സോർബ് ആയിക്കോളും. അതിനായിട്ട് നമുക്ക് 1 സ്പൂണ് റവ ചേർക്കാം. റവ ചേർത്തിളക്കി കുറച്ച് സമയം നമുക്ക് റവയൊന്ന് കുതിർന്ന് വരുന്നതിനായിട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. നന്നായിട്ട് ഇളക്കി ഇനി കുറച്ച് നമുക്ക് നേരം അടച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. വട ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ കപ്പ നന്നായിട്ട് അരച്ച് റവയും ചേർത്ത് വെച്ചു. പക്ഷെ നോക്കിയപ്പോഴേ ഒരുപാട് വെള്ളമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഊറ്റി കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരിപ്പയില വെച്ചിരിക്കുകയായിരുന്നു. ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. ഈ വെള്ളവും കൂടെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ അത്രയും കൂടെ അരിപ്പൊടി ചേർക്കണം, വടയുടെ ഭാഗമായിട്ട് നമുക്ക് കുഴച്ചെടുക്കണമെങ്കിൽ. അപ്പം കപ്പ വടയ്ക്ക് പകരം അരിവടയായി പോകും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഊറ്റിയത്. ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്കിനി വടയ്ക്കുള്ള കൂട്ട് തയ്യാറാക്കാം. അരിച്ചു വെച്ചിരിക്കുന്ന ഈ കപ്പക്കൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമുക്ക് ഒരു വലിയ സ്പൂണ് ചേർത്ത് കൊടുത്തു. പിന്നീട് വേണ്ടത് മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പാണ്ടിമുളകും കൂടെ ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. അതിലെ ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുത്തു. സ്വല്പം മഞ്ഞൾപ്പൊടി, നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഇനി സ്വല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുത്തി അരിഞ്ഞത്, 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില. നമ്മൾ പരിപ്പ് വടയ്ക്ക് എന്തൊക്കെ ചേർക്കുന്നോ അതെല്ലാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആ വെള്ളം കുറച്ച് ഊറ്റി കളഞ്ഞത് കൊണ്ട് വടയുടെ പാകത്തിനുള്ള അത്രയും 1 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞപ്പോൾ വട ഉണ്ടാക്കാനുള്ള പാകത്തിനുള്ള കൂട്ട് കിട്ടി നമുക്ക്. ആ വെള്ളമെല്ലാം കൂടെ ആയിരുന്നെങ്കിൽ അത്രയും അരിപ്പൊടിയും കൂടെ ചേർത്തെങ്കിൽ പാകത്തിന് കിട്ടത്തുള്ളായിരുന്നു. നമ്മുടെ കപ്പവടയുടെ കൂട്ട് തയ്യാറായി. എണ്ണ ചൂടാവാനായിട്ട് ചീനിച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഇത് വറുത്ത് എടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി ഒന്നൊന്ന് നോക്കാം. സ്വല്പം എണ്ണ നന്നായിട്ട് ചൂടായി. വെള്ളമയം കയ്യിൽ നനച്ച് കഴിഞ്ഞിട്ട് പരിപ്പ് വടയ്ക്ക് ഉരുട്ടുന്നത് പോലെ ഉരുട്ടി കനം കുറച്ച് പരത്തി നമുക്ക് എണ്ണയിലോട്ടിടാം.
4 കൂടി ഇട്ട് കൊടുക്കാം. 4 ഇട്ടിട്ട് അത് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം തന്നെയാണിത്. ഒരു വെറൈറ്റി. ഇനി ഇത് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ആദ്യമേ ഇട്ട വട നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് വാങ്ങിയിട്ട് അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല കളറ്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടൊന്ന് ആറിയിട്ട് മുറിച്ച് നോക്കാം. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള വടയും കൂടെ ഞാനൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പച്ചക്കപ്പ അരച്ച് ഉണ്ടാക്കിയ കപ്പവട തയ്യാറായി. വളരെ ടേസ്റ്റിയാണ്. നമുക്കിനി ഇതൊന്ന് മുറിച്ച് നോക്കാം. മുറിച്ച് നോക്കുന്ന ഉടനെയാണെങ്കിലും അകത്താണെങ്കിലും നല്ല വെന്ത് നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.